ഈ കണക്കിൽ കളിക്കുന്നത് എന്ന് നമുക്ക് നോക്കണം. അത് കണക്കുകൾ വെച്ച് തന്നെ നമുക്ക് പരിശോധിക്കണം. നമുക്കറിയാം, ദുരന്തമുണ്ടായത് ജൂലൈ 30-നാണ്. മുണ്ടക്കൈ ചൂരൽമല എന്ന് വേണ്ട കേരളത്തെ ആകെ നടുക്കിയ ദുരന്തമുണ്ടായത് ജൂലൈ 30-നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശനം നടത്തുന്നത് ഓഗസ്റ്റ് 10-നാണ്. അതായത് ദിവസങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നു. അതിനുശേഷം കൃത്യം 7 ദിവസങ്ങൾക്ക് ശേഷം സംസ്ഥാനം നിവേദനം നൽകുന്നു. അതായത് ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കണം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കേരളം ഈ നിവേദനം സമർപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇതായിരുന്നു. വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം. ഒപ്പം ദുരന്ത ബാധിതരുടെ കടങ്ങളെല്ലാം തന്നെ എഴുതിത്തള്ളണം. അതായത് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇത്തരത്തിൽ ദുരന്തം ബാധിച്ച എല്ലാവരുടെയും കടങ്ങളൊക്കെ എഴുതിത്തള്ളണമെന്നായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമുണ്ടായിരുന്നു. അടിയന്തര സഹായമായി 1202 കോടി രൂപ അനുവദിക്കണം എന്നതായിരുന്നു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇനി പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട്, അതുപ്രകാരം റിപ്പോർട്ട് നൽകിയത് നവംബർ 13-നാണ്. അതായത് ജൂലൈയിൽ ഈ ദുരന്തമുണ്ടായി, നവംബർ 13-ന് ഈ റിപ്പോർട്ട് നൽകുന്നു. 583 പേജുകളുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് മേപ്പാടിക്ക്, അതായത് ഈ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച മേപ്പാടിക്ക് മാത്രം 2221 കോടി രൂപ, അതായത് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ പുനരധിവാസത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായി 2221 കോടി രൂപ അനുവദിക്കണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന് കോഴിക്കോട് വിലങ്ങാട്, അവിടെയും ഉരുൾപൊട്ടലുണ്ടായി വലിയ ദുരന്തമുണ്ടായ സ്ഥലമാണ്. അവിടെയും 98.1 കോടി രൂപ അനുവദിക്കണമെന്നത്, അതായത് മേപ്പാടിക്കും വിലങ്ങാടിനും തുക അനുവദിക്കണമെന്നതായിരുന്നു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ കേന്ദ്രം ഇതിന് മറുപടി നൽകിയത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ഒപ്പം പറഞ്ഞ മറ്റൊരു വാദം, ആവശ്യത്തിനുള്ള ഫണ്ട്, അതായത് ഈ പുനരധിവാസത്തിന് വേണ്ടുന്ന ഫണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലുണ്ട്, അതായത് SDRF-ലുണ്ട് എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. കേരളത്തിന്റെ പക്കൽ ഉള്ള തുക 394.99 കോടി രൂപ കേരളത്തിന്റെ പക്കലുണ്ട് എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. ഇതിൽ വാർഷിക വിഹിതം 291 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നു. 145.6 കോടി വീതം 2 തവണ നൽകി എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നത്. ഇനി ദുരന്ത പശ്ചാത്തലത്തിൽ അനുവദിച്ച തുക എന്ന് പറയുന്നത് 153.46 കോടി രൂപ അനുവദിച്ചു എന്നുകൂടി കേന്ദ്ര സർക്കാർ പറയുകയുണ്ടായി. ഇതേ തുടർന്നാണ് കേരളവും കേന്ദ്രവും വാദങ്ങൾ കോടതിയിൽ നിരത്തുകയും പലതവണയായി കോടതി ഇതിൽ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തത്. ഈ SDRF ഫണ്ടിൽ നീക്കിയിരിപ്പുള്ളത് 667 കോടി രൂപയാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ കൃത്യമായ കണക്ക് വേണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതായത് ഈ SDRF ഫണ്ടിൽ എത്ര തുക വയനാടിന് വേണ്ടി ചെലവഴിച്ചു, മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിച്ചു തുടങ്ങി ഒരു കൃത്യത ഇക്കാര്യത്തിൽ വേണമെന്നതായിരുന്നു ഹൈക്കോടതി ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരെയാണ് സർക്കാർ വിഡ്ഢികളാക്കുന്നത് എന്നൊരു ചോദ്യവും കോടതി ഉയർത്തുകയുണ്ടായി. ഇതേ തുടർന്നാണ് കേരളം ഇന്ന് വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട്, അതിൽ നീക്കിയിരിപ്പ് എത്ര ചെലവഴിച്ചു, വയനാടിന് എത്ര നൽകി തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാനം ഇന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് തൊട്ടു പിന്നാലെ, അതായത് ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ നൽകിയത് 21 കോടി രൂപയാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 28.95 കോടി രൂപ, അതായത് ഇമ്മീഡിയറ്റ് ആയി കേരളം നൽകിയ തുകയാണ്, ഈ SDRF ഫണ്ടിൽ നിന്ന് നൽകിയ തുകയാണ് ഇത് പറയുന്നത്. ഇനി ഡിസംബർ 10-ന് ആ ഫണ്ടിൽ ബാക്കിയുള്ളത്, SDRF-ൽ ബാക്കിയുള്ളത് 700 കോടി രൂപയാണെന്ന് കേരളം വ്യക്തമാക്കുന്നു. എന്നാൽ അതിൽ 638.95 കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ഉത്തരവനുസരിച്ച് നൽകാനുള്ളത്. അതായത് SDRF ഫണ്ട് മുഴുവനായും വയനാടിനായി, അതായത് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത മേഖലയ്ക്കായി ചെലവഴിക്കാനാകില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതിൽ 638 കോടി രൂപയും മറ്റാവശ്യങ്ങൾക്ക്, അതായത് സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി ഉത്തരവ് പുറപ്പെടുവിച്ചതനുസരിച്ച് നൽകാനുള്ള തുകയാണ്. ഒപ്പം വേനൽക്കാലം വരാൻ പോകുന്നു, അവിടെ വേനൽക്കാല ദുരിതങ്ങൾ അല്ലെങ്കിൽ കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ പല ഘട്ടങ്ങളായി നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അതിലേക്കുള്ള നീക്കിയിരിപ്പാണ് 61.53 കോടി രൂപ എന്നുകൂടി സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അതായത് വിശദമായ ഒരു സത്യവാങ്മൂലമാണ് കോടതിയിൽ നൽകിയത്. ഇനി ഇന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമായി തന്നെ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് 77.9 കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് 700 കോടി രൂപ SDRF-ലുള്ളതിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി നൽകാനാകൂ എന്നതാണ്. സംസ്ഥാന സർക്കാർ കൃത്യമായ കണക്ക് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ ശ്യാം ദേവരാജ് പറഞ്ഞതുപോലെ തന്നെ ഇനി കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് കോടതിയിൽ അറിയേണ്ടത്. ഒരു മധ്യസ്ഥൻ എന്ന പോലെ
ഹൈക്കോടതി പ്രവർത്തിക്കുകയും ചെയ്യും. തുറന്ന മനസ്സോടെ ഇനി കേന്ദ്ര സർക്കാർ എന്തായിരിക്കും കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം എന്നത് തന്നെയാണ് നമുക്കറിയേണ്ടത്. ഈ